നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു ചായ ഉണ്ടാക്കാൻ ഗ്യാസ് ഓൺ ചെയ്യാൻ പോകുന്നു, പക്ഷെ ഗ്യാസ് തീർന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നേരെ ഗ്യാസ് ഏജൻസിയെ വിളിക്കും. പക്ഷെ അവർ പറയുന്നത് അടുത്ത കാലത്തേക്ക് ഗ്യാസ് ലഭിക്കില്ല എന്നാണ്. ഈ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷൻ കൂടുന്നില്ലേ? പക്ഷെ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ, അതായത് പശ്ചിമേഷ്യയിൽ സംഘർഷം നടക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പോൾ നടക്കുന്നതായിരിക്കുന്ന അമേരിക്ക ഇസ്രായേൽ വേഴ്സസ് ഇറാൻ സംഘർഷം അല്ലെങ്കിൽ യുദ്ധം പതുക്കെ പതുക്കെ നമ്മുടെ രാജ്യത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തെയും ബാധിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ സംഘർഷം തുടർന്നുകൊണ്ടിരുന്നാൽ സമീപഭാവിയിൽ നമ്മൾ നേരിടാൻ പോകുന്നത് വളരെ ക്രൂഷ്യലായി ചില ക്രൈസിസുകളായിരിക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ യുദ്ധത്തിന്റെ ഫലമായി നമ്മുടെ ദിവസേന ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 13 പ്രധാനപ്പെട്ട ക്രൈസിസുകളെ കുറിച്ചാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ. അതുപോലെ തന്നെ മുന്നൊരുക്കങ്ങൾ എടുക്കാനും സാധിക്കുകയുള്ളൂ. നമ്മൾ മുമ്പ് കോവിഡ് പോലെയുള്ള സാഹചര്യം അതിജീവിച്ചവരാണ്. കോവിഡ് സമയത്ത് അത്യാവശ്യ സാധനങ്ങൾ പോലും ലഭിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരമൊരു ആഗോള പ്രശ്നം വന്നാൽ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നും, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ജീവിക്കുന്നു. എന്നാൽ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 80% മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഈ 80%-ൽ വലിയൊരു ഭാഗം ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിനർത്ഥം ആഗോളതലത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഈ സപ്ലൈ തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു സംഘർഷം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്ന വഴികൾക്ക് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ക്രൂഡ് ഓയിൽ സപ്ലൈ കുറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില കൂടും. അതുപോലെ LPG സിലിണ്ടറിന്റെ വിലയും കൂടും. ട്രാൻസ്പോർട്ടേഷൻ ചെലവുകൾ ഉയരും. ഫ്ലൈറ്റ് ടിക്കറ്റുകളുടെ വില കൂടും. ഭക്ഷ്യവസ്തുക്കളുടെ വില പോലും കൂടാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 1000 കണക്കിന് കിലോമീറ്റർ അകലെ നടക്കുന്ന ഒരു യുദ്ധം പോലും നമ്മുടെ അടുക്കളയെ വളരെ ബാധിക്കാനുള്ള ശക്തിയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അതിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള 13 പ്രധാന ക്രൈസിസുകളെ കുറിച്ചാണ്. ഗ്യാസ് ലഭ്യത കുറയാനുള്ള സാധ്യതയുണ്ട്. ഗ്യാസ് ലഭിക്കാതായാൽ ആളുകൾ ഇൻഡക്ഷൻ സ്റ്റൗവിലേക്ക് മാറും. ഗ്യാസ് ഡെലിവറിയിൽ വൈകൽ. ഗ്യാസ് ബുക്ക് ചെയ്താൽ കിട്ടാൻ കൂടുതൽ ദിവസങ്ങൾ എടുക്കാം. ഹോട്ടലുകളും ചെറിയ റെസ്റ്റോറന്റുകളും പ്രതിസന്ധി നേരിടുക. LPG വില കൂടുകയോ സപ്ലൈ കുറയുകയോ ചെയ്താൽ ഇവർക്ക് വലിയ പ്രശ്നമാണ്. ഗൾഫ് ജോലികൾക്ക് അത് ബാധിക്കുന്നതാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടാവും. PGകളും ഹോസ്റ്റലുകളും ഭക്ഷണ പ്രതിസന്ധി നേരിടേണ്ടി വരും. വിവാഹ സീസണിൽ കാറ്ററിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫ്ലൈറ്റ് ടിക്കറ്റുകളുടെ വില കുത്തനെ ഉയരാം. ക്യാബ്, ഓട്ടോ ചാർജുകൾ വർദ്ധിക്കും. ബസ് ചാർജുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും വർക്ക് ഫ്രം ഹോം വർദ്ധിക്കാം. പെട്രോൾ പമ്പുകളിൽ നീണ്ട ക്യൂകൾ ഉണ്ടാവാം. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കും. ഈ വീഡിയോ ആളുകളെ ഭയപ്പെടുത്താനല്ല, ഇതൊരു അവബോധ വീഡിയോ മാത്രമാണ്. ആഗോളതലത്തിൽ നടക്കുന്ന സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തെയും ബാധിക്കുമെന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.